ജർമ്മനിയിൽ ബാച്ചിലേഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഇത്രയും നാളും ജർമ്മനിയിൽ 1 ഇയർ പ്രിപ്പറേറ്ററി പ്രോഗ്രാം, അതായത് സ്റ്റുഡൻറ് കൊളീഗ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ജർമ്മനിയിലെത്തി 1 ഇയർ ആയിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണമായിരുന്നു. പകരം ഇപ്പൊ പുതിയ അപ്ഡേറ്റ് പ്രകാരം നമുക്ക് വന്നിരിക്കുന്നത് ഫ്രീ ആയിട്ട് നമുക്ക് 6 മുതൽ 8 മാസം നീണ്ടു നിൽക്കുന്ന ഈ പ്രോഗ്രാം വഴി, അതായത് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് വരാം. ഇതിന്റെ ബേസിക് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് നോർമൽ സ്റ്റുഡൻറ് കൊളീഗിനുള്ള പോലെ തന്നെ B1 ലെവൽ ഓഫ് ജർമ്മൻ ലാംഗ്വേജ് വേണം. ഇപ്പം ഈ B1 ലെവൽ ഓഫ് ജർമ്മൻ ലാംഗ്വേജ് വെച്ച് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. അതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ സെലക്റ്റഡ് ആവുന്നു. അപ്പം സ്റ്റുഡൻറ് കൊളീഗ് പ്രോഗ്രാംസിൻ്റെ പോലെ ഇനിഷ്യൽ ഒരു എൻട്രൻസ് എക്സാം ഇല്ല. സ്റ്റുഡൻറ് കൊളീഗ് പ്രോഗ്രാംസിൻ്റെ പോലെ ഈ പ്രോഗ്രാമിന് ഒരു എൻട്രൻസ് എക്സാം ഇല്ല. അപ്പോൾ എഴുതുന്നു, ആ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെറിയൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് നമ്മൾ സെലക്റ്റഡ് ആവാൻ വേണ്ടി. സെലക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് ഫുൾ ഇതിന് തുടങ്ങുകയാണ്. ഫുൾ കോഴ്സ് കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു 2 മന്ത്സ് നമുക്ക് ലാംഗ്വേജിന് പ്രിപ്പറേഷനാണ്. കാരണം നമുക്ക് ബാച്ചിലേഴ്സ് ചെയ്യാൻ വേണ്ടി, അതും ജർമ്മനിലാണ് ബാച്ചിലേഴ്സ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് C1 ലെവൽ ഓഫ് ജർമ്മൻ ലാംഗ്വേജ് വേണമല്ലോ. അപ്പോൾ ഫസ്റ്റ് 2 മന്ത്സ് നമ്മളെ ലാംഗ്വേജ് ആണ് ഇവർ പഠിപ്പിക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ടെസ്റ്റ് AS എക്സാമും അതുപോലെ ടെസ്റ്റ് ഡാഫ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനും, നമ്മുടെ സബ്ജക്റ്റ് ഏത് സബ്ജക്റ്റാണോ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള സബ്ജക്ട് റിലേറ്റഡ് ടോപ്പിക്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവർ പഠിപ്പിക്കും. ഇതെല്ലാം ഓൺലൈനാണ്, അതും കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പം ബാച്ചിലേഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ടെസ്റ്റാസിനും അതുപോലെ ടെസ്റ്റ് സ്റ്റാഫിൻ്റെയും ഓൺലൈനായിട്ട് എക്സാമിനേഷനും എല്ലാം ഓൺലൈൻ തന്നെയാണ്. അപ്പോൾ ഏതൊക്കെ കോഴ്സിന് അപ്ലൈ ചെയ്യാം, ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, അതായത് ഇത് കൂടുതലും സയൻസ്, എഞ്ചിനീയറിംഗ്, മാത്സ് ഫീൽഡുകളിലേക്കാണ് ഇപ്പം പൈലറ്റ് പ്രോഗ്രാമായിട്ട് ഇത് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റി ഉണ്ട് എന്നുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ ഒരു ഡോക്യുമെന്റ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡോക്യുമെന്റിനകത്ത് യൂണിവേഴ്സിറ്റി ലിസ്റ്റും കോഴ്സ് ലിസ്റ്റും എല്ലാം ഉണ്ട്. അപ്പം ഇതൊന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ ജർമ്മനിയിൽ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് A to Z ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ഓഫീസ് അവേഴ്സിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങൾ വീക്ക്ലി വെബിനാർസ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ വഴിയും നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അപ്പം ഇതുപോലുള്ള കണ്ടന്റ്സിനായി ഞങ്ങളുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.